ഒരുമയുടെ അധ്യക്ഷൻ അഷ്റഫ് ഖൽഫാൻ, അതുപോലെ ഒരുമയുടെ എല്ലാ സാരഥികളും, മുന്നിലുള്ള പ്രിയ നാട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ കണക്കുകൾ ഒരു വർഷം, 7ാമത്തെ വർഷമാണിത്. 7 കഴിഞ്ഞു, 7 പൂർത്തിയായ വർഷമാണ്. 7 വർഷം കഴിഞ്ഞു പോയി. നിങ്ങൾ ബാക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര എളുപ്പമാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഈ 7 വർഷം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ പലതും ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഉള്ളവർക്ക്, കാരക്കാപ്പറമ്പിലുള്ളവർക്ക് ഒരുമയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഒരു റിപ്പോർട്ട് വായിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ്, അന്യോന്യം അറിയുന്നവരാണ്. നമ്മൾ 3-4 റോഡാക്കി തിരിച്ച് ഇതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി, ഓരോ ഗ്രൂപ്പാണ്, ഓരോ റോഡ്, നായ്പല്ലി, മുണ്ടം തൊടിക, നെല്ലിക്കുന്ന്, അതുപോലെ കാരക്കാപ്പറമ്പ് സെൻട്രൽ, ഗൾഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. തുടക്കത്തിൽ, ഈ വർഷത്തിന്റെ തുടക്കത്തിൽ കുറെ ഭയാശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഇതിന്റെ ഓരോ പ്രവർത്തകരും, ഓരോ ഗ്രൂപ്പിലുള്ളവരും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ ഇതിന്റെ കണക്കൊക്കെ കാണുകയുണ്ടായി. ഓരോ ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ വരിസംഖ്യ ഇനം എല്ലാം കഴിഞ്ഞ വർഷത്തെക്കാൾ മെച്ചപ്പെട്ടതാണ്. ഈ വർഷം ആകെയുള്ള വരുമാനത്തിൽ നല്ല വരുമാനം ഈ വരിസംഖ്യ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഗൾഫ് റോഡാണ് ഈ പ്രാവശ്യം മുന്നിൽ നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഒട്ടും മോശമില്ലാതെ ബാക്കി ഗ്രൂപ്പുകളും. അപ്പൊ നമ്മളിത് ഭംഗിയായി നടത്താൻ എല്ലാവരും ഒറ്റൊരുമയോടുകൂടി ഇതിന്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണോ? പിന്നൊന്ന്, ഒരു ചെറിയ തോതിലാണെങ്കിലും നമുക്കൊരു വരുമാനം വേറെ ഉള്ളത് വാടകയ്ക്ക് കൊടുക്കുന്ന ചില വസ്തുക്കളാണ്. 37,000 ചില്ലാൻ രൂപ കഴിഞ്ഞ വർഷം വാടക ഇനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കിൽ. മോശമല്ല. ബാലൻ അത് വളരെയധികം ഭംഗിയായിട്ട് തന്നെ അക്കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സുഖ്യാതമാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇന്ന് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, 2 വ്യക്തികൾക്ക് നമ്മൾ ഈ ഒരുമ ഈ വേദിയിൽ വെച്ച് ആദരിക്കും. ഒന്ന്, നമ്മുടെ നായ്പല്ലി പ്രദേശത്ത് നിന്ന് സ്റ്റേറ്റ് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടിയ സുബിൻ ബാബു. വളരെ ചെറുപ്പമാണ്, ട്രെയിനിങ്ങിനാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അടുത്ത് തന്നെ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും എന്നുള്ളതാണ് അറിഞ്ഞത്. സുബിൻ ബാബു പോലെയുള്ള ചെറുപ്പക്കാർക്ക് സാധിക്കാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു കുട്ടിക്ക് MBBS സെലക്ഷൻ കിട്ടി, നമ്മൾ അവനെ ആദരിച്ചു. ഇപ്പോൾ സർക്കാർ ജോലിയാണ്, മറ്റത് പഠനമാണ്. ഇതുപോലെയുള്ള ചെറുപ്പക്കാർക്ക് സാധിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് ഇത് എന്നുള്ളൊരു തെളിവാണ്. സുബിൻ ബാബു ഭാവിയിൽ നല്ല ഒരു സർക്കാർ സേവകനായി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി വരട്ടെ. നീതിക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും എല്ലാ അനീതികൾക്കെതിരെ നിൽക്കുന്ന, നീതിയുടെ പടവാള് ഏന്തി നിൽക്കുന്ന ഒരു നല്ല സേവകനായി വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ബഹുമാനപ്പെട്ട ട്രസ്റ്റിൻ്റെ രക്ഷാധികാരികളെ, ട്രസ്റ്റ് ഭാരവാഹികളെ, പ്രിയമുള്ള നാട്ടുകാരെ, കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മാനുവാഷ് തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കാൻ വേണ്ടി 2017 തുടക്കം കുറിച്ചത്. അന്ന് തുടക്കം കുറിച്ച ആൾക്കാർക്ക് തന്നെ ഭയമായിരുന്നു. കാരണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെ ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എങ്ങനെ ഉണ്ടാവും,
എന്ന് നല്ല ഭയത്തിലായിരുന്നു രക്ഷാധികാരികളടക്കം ഭാരവാഹികളടക്കം. കാരണം ഇതൊരു മുൻകൂട്ടി പരിചയമില്ലാത്തൊരു പണിയാണ്. ഒന്ന് കാരക്കാപ്പറമ്പിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി ഉണ്ടായിട്ടില്ല. മുമ്പ് അറിയില്ല ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും അറിയില്ല. പല നമ്മളെ ചുറ്റുപാടുകളിലെല്ലാം ഇതിങ്ങനെ കേൾവി ഉണ്ട് എന്നല്ലാതെ. അത് മാത്രമല്ല, വണ്ടൂര് ഒരു ചാരിറ്റി ഉണ്ടായി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കലസിപ്പിരിഞ്ഞ് രാഷ്ട്രീയം കളിച്ചോ എങ്ങനെയൊക്കെയോ ആയി. അത് പിന്നെ സുയിപ്പായ കഥകളും കേട്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ. ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാ ജാതികളും ഉണ്ട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യാനികളെ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് അവരല്ല. ഇവിടെ ഉള്ള എല്ലാ മതസ്ഥരും ഇതിൽ ഭാഗമൊക്കെയാണ്, എല്ലാവരും പങ്കാളികളാണ്. ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒത്തൊരുമ, ഇതിൻ്റെ പേരിനനുസരിച്ച് ഇതിൻ്റെ പേര് തന്നെ ചാരിറ്റി, ഒരുമ ചാരിറ്റിയാണ്. ആ ഒരുമയിൽ കൂടെ തന്നെയാണ് ഇന്ന് വരെ ഇത് നീങ്ങിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ കുറേ ആൾക്കാർ നല്ല പ്രവർത്തകരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പൊക്കെ. അവരൊക്കെ പിന്നോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. കാരണം മുന്നോട്ട് അവർക്ക് ഓരോ ജോലി ഭാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടായിരിക്കും മനസ്സിലാക്കുന്നു. പക്ഷേ പിന്തിരിയരുത് ഇതിലുള്ളവർ. കാരണം ഇത് നമുക്കൊന്നും നേടാനില്ല. ഈ ചാരിറ്റി കൊണ്ട് ചാരിറ്റി ഭാരവാഹികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇത് നൽകുന്നില്ല എന്നതാണ് എൻ്റെ സത്യം. നമ്മൾക്കുള്ള വരുമാനങ്ങൾ എന്തെന്ന് വെച്ചാൽ പിന്നെ പുറത്തുള്ള പ്രവാസികളുടെ സഹായം, അതുപോലെ തന്നെ നാട്ടിലിപ്പോൾ മാസമാസമാർ പരിസംഖ്യ, ആരെങ്കിലും വല്ല സംഭാവനകളും തരുന്നത്, പിന്നെ കുറച്ച് ഫർണിച്ചർ നമ്മൾക്കുണ്ട്. ഇതുകൊണ്ടൊന്നും ഇത് മുന്നോട്ട് പോകില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ചെലവാണ് മരുന്നുകളും ഭക്ഷണ കിറ്റുമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതറിയുമ്പോഴേ അതിൻ്റെ ഇതറിയുള്ളൂ. കാരണം ഇത് ഏത് രീതിയിൽ ഈ പ്രവർത്തിക്കുന്ന, അപ്പോൾ ഈ ഭക്ഷണ കിറ്റും വേറൊക്കെ കൊണ്ടുപോകണം. നമ്മൾ അശോകൊക്കെ പോലത്തെ ആൾക്കാർ സ്കൂട്ടിയായിട്ട് രാവിലെ വന്ന് അവരെ ചുറ്റുപാടുകളൊക്കെ വെച്ച് അശോകൻ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ കുട്ടികളും എല്ലാ ആൾക്കാരും ഇതിലുള്ള എല്ലാവരും വന്ന് ഓരോ കടയിലും ഏൽപ്പിക്കുന്ന ആ സാധനങ്ങൾ അതാത് വീടുകളിൽ ഒരു കിറ്റ് പിന്നെ നെല്ലിക്കുന്നവരാണെങ്കിൽ മറ്റൊന്ന് നായ്പ്പല്ലിയിലാണ്, പിന്നെ വഞ്ചറമ്പിലാണ്, കാർക്കാർപ്പിലാണ്, ഇങ്ങനെ പല ഭാഗത്ത് കൂടി ഇതുണ്ട്. ഇതെല്ലാം എത്തിച്ച് ഇതിനൊന്നും ഒരു നയാ പൈസ ഇല്ല. അവർക്ക് ചിലവ് നല്ലാതെ ആ ഡീസൽ അവരടിക്കുന്ന പെട്രോള് അവരെ കേസിൽ നിന്ന് പോവുകയാണ്. പിന്നെ എന്തിനിതിങ്ങനെ ചെയ്യണത്? ഇതൊരു സന്നദ്ധ പ്രവർത്തനമാണ്. പിന്നെ വിശ്വാസികൾക്ക് ഇതുകൊണ്ട് രണ്ട് ലോകത്തും ഗുണങ്ങളുണ്ടാകും. ആ രീതിയിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.